അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിന് അതിനെന്തോ ഒരു ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പോൾ ഇനി വ്യാഴാഴ്ചയും ലീവ് എടുക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ നമ്മുടെ പ്രവീണിനും കുറച്ച് തടസ്സമുണ്ടെന്ന് പറഞ്ഞ് വരാൻ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വേണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വിഷയമാണ്. പിന്നെ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദിയനെ ഇനി രണ്ടാമത് പെട്ടെന്ന് വിളിച്ചാൽ ശരിയാവില്ല. കാരണം എക്സ്പെൻസ് കൂടുന്നുണ്ട് ദിയയുടെ. കാരണം ദിയയുടെ അത്രയും ദൂരെ നിന്നുള്ള യാത്ര, ഇനിയിപ്പോൾ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പെൻസ് കൂടും. അപ്പോൾ നമുക്കത് മുതലിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നമുക്ക് അത് കുറക്കാം. ഇപ്പം ഈ പെണ്ണിന് 3000 കൊടുത്താലും 3000 പ്ലസ് ഇപ്പോൾ മറ്റേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു 10-200 രൂപ അത് വരുള്ളൂ. ഇനി കൂടി വന്ന് 500 രൂപ എക്സ്ട്രാ കൊടുത്താലും 3500 വരുള്ളൂ. ദിയ ആകുമ്പോൾ അതുമ്മലൊന്നും ഒതുങ്ങൂല. നമുക്ക് 5,000, 6,000, 6,000 അതിന് ചിലപ്പോൾ അതിൻ്റെ മേലേക്കൊക്കെ പോകും കോഴിക്കോട്ടേക്ക് പോരുമ്പോൾ. അപ്പം അത് ഒഴിവാക്കുക. അപ്പം ഇതാവുമ്പോൾ ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പുള്ളി യുക്തിവാദിയല്ല, വിശ്വാസിയാണെന്ന് എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഇതിന് വന്നു കഴിഞ്ഞാൽ അത് വിശ്വാസി യുക്തി ആയിക്കോളും. അത് വേറൊരു വിഷയം. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് അത് വിജാബിട്ട് മുളകരച്ച് കൊടുക്കുന്നതാണ് ഇത്തിരി കൂടെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ മൂപ്പർക്ക് ക്യാമറ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് വലിയ പണിയും കുറവാണ് എന്നും. അപ്പോൾ ഇത് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ഒരാൾ മധുവിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി രഹന വരികയാണെങ്കിൽ രഹനെ കൂട്ടാം. രഹന ഇപ്പോൾ ഇത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. 2 ഷൂട്ടിങ് കഴിഞ്ഞോടുകൂടി. അപ്പോൾ രഹന വരികയാണെങ്കിൽ രഹനെ കൂട്ടാം. ഈ പെണ്ണിനെയും വെക്കാം. ദിയ നമ്മൾ വടക്കോട്ട് പോകും തോറും എക്സ്പെൻസ് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അത് നമുക്ക് മുതലിക്കാത്ത അവസ്ഥ വരും. ഇത് പിന്നെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് വിലപേശി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാം. ഓക്കെ.